ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ നമ്മൾ വൈനിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വൈനിടാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റിയൊരു മാർഗ്ഗം വൈനാണെന്നുള്ള രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ ChatGPTയും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും അറിയണമെന്നില്ല. നമ്മളൊരു 3-4 വീഡിയോ കണ്ട് അതിൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയത് വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു പണിയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. ഞാനും അമ്മയും കുറേ നേരം ഇരുന്നിട്ടാണ് അത് ചെയ്തത്. പിന്നെ നഖമൊക്കെ ഭയങ്കര വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റംബൂട്ടാനാണ് ആ ലാസ്റ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഷാനുട്ടൻ അവൻ്റെ പ്രസൻസ് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതേ നമ്മൾ ഏകദേശം ഒരു 4-4.5 കിലോ റംബൂട്ടാൻ ഒരു പൊതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുണ്ട്, വൈൻ കൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈദ്യശാലയിൽ നിന്ന് കിട്ടും. അത് ഒരു 4 കിലോനുള്ളത് 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു പൊതി, അങ്ങനെയാണ് ഒരു കൂട്ട് അവിടെ ഇരിക്കണേ. പിന്നെ 2 കിലോ ശർക്കര, അപ്പോൾ 2 കിലോ ശർക്കരയാണ് 4 കിലോ ഇതിന് നമ്മൾ ഇടണത് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല വലിയൊരു ഭരണിയാണ്. അതിൽ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇടുകയാണ്. അതായത് ആദ്യം കുറച്ച് റംബൂട്ടാൻ ഇടും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ഇടും, പിന്നെ നമ്മൾ ആ കൂട്ടിടും, പിന്നെ വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ ലെയർ ചെയ്ത് ഇടും. അവസാനം ഒരു വലിയ ഭരണിയാണ്, കുറേ ഇട്ടപ്പോഴാണ് അത് നിറഞ്ഞത്. പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേറൊരു വൈറ്റ് ബോക്സിലിടുന്നുണ്ട്. അത് നിറച്ചിട്ടില്ല, കാരണം അതെങ്ങാനും പൊട്ടിപ്പോയാലോ എന്നുള്ളതിൽ നിറച്ചിട്ടില്ല. അപ്പോൾ റംബൂട്ടാൻ, ശർക്കര, ആ ഒരു പൊതി, പിന്നെ വെള്ളം, പിന്നെ നമ്മളിടുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ 21 ഡേയ്സ് 41 ഡേയ്സ് ഒക്കെ പറഞ്ഞിട്ട് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുള്ള കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മളത് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചിട്ട് പിന്നെ തുണി വെച്ചും കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ നുട്ടൻ അവിടെ മുഴുവനാക്കി അത് ക്ലീൻ ചെയ്യാൻ പോയി, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡായിട്ട് നമുക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് വൈൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ റംബൂട്ടാൻ വൈൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നൊക്കെ ഞാനിത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഞാവൽപ്പഴം, ഇരുമ്പമ്പുളി, പിന്നെന്താണ് മുന്തിരി, നെല്ലിക്ക, ചാമ്പയ്ക്ക, അങ്ങനത്തെ, പിന്നെ ഒരു പാളയംകോടൻ പഴം, അങ്ങനത്തെ വൈനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടല്ല കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവസാനം നിങ്ങളോട് പറയാം കേട്ടോ. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ലെയർ പോലെ ഇട്ടിട്ട് അവസാനം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണ് ചെയ്തത്. ഇതാണ് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ്. പക്ഷെ അതിൻ്റെ ആ ഒരു കെട്ടണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ ആകെ മെസ്സായി അതിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.